നമസ്കാരം. അങ്ങനെ ഫൈനലി ഥാറിൻ്റെ 5 ഡോർ വേർഷൻ, അതായത് ഥാർ അർമദ എന്ന് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു വാഹനത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോഷി ചതിച്ചാശാനെ, ഈ വാഹനത്തിൻ്റെ പേര് ഥാർ റോക്സ് എന്നാണ് ഇപ്പോൾ കമ്പനി ഒഫീഷ്യലി പുറത്തുവിട്ടത്. അർമദ എന്നുള്ള പേരായിരുന്നു കുറച്ചും കൂടെ നല്ലത്. പക്ഷേ കുഴപ്പമില്ല, വണ്ടിയുടെ പേരിലല്ല കാര്യം, പെർഫോമൻസിലും ഫീച്ചേഴ്സിലൊക്കെയാണ് കാര്യം. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഈ ഒരു വാഹനം ലൈഫ് സ്റ്റൈൽ അഡ്വഞ്ചർ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള SUV എന്നാണ് ഇപ്പോൾ കമ്പനി അവകാശപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഫസ്റ്റ് ടീസർ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ്, ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഥാറിൻ്റെ 3 ഡോർ വേർഷൻ എടുത്തിട്ട് ആളുകൾ ഹെഡ്ലൈറ്റൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോട് സാമ്യതയുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ചേഞ്ച് ചെയ്യുന്ന ഹെഡ്ലൈറ്റിനോട് സാമ്യമുള്ള ഹെഡ്ലൈറ്റുകളാണ് കമ്പനി ഇപ്പം കൊടുത്തിട്ടുള്ളത്. അത് LED പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റുകളാണ്. LED DRLs വന്നിട്ടുണ്ട്, അതുപോലെ LED ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടീസറിനെ കുറിച്ചിട്ടാണ്, ഥാറിൻ്റെ റോക്സ്. ഇപ്പോഴും അർമദ എന്നുള്ളതാണ് നമ്മുടെ ഒരു മനസ്സിലുള്ളത്, എന്നാലും ഥാറിൻ്റെ റോക്സ് ആണ് ഈ ഒരു വാഹനം, അതായത് 5 ഡോർ വേർഷൻ ഓഫ് ഥാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻജിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ ഒരു വാഹനം എന്ന് പറയുന്നത് 4 മീറ്ററിന് മുകളിലേക്കുള്ളൊരു വലിയൊരു SUV ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വാഹനത്തിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കാരണം ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫാമിലി പർപ്പസിന് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അഡ്വഞ്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു SUV എന്നുള്ള രീതിക്ക് നമുക്ക് കണക്കാക്കാം. അതുമാത്രമല്ല, ഈ ഒരു വാഹനത്തിൻ്റെ കോസ്മെറ്റിക് ചേഞ്ചുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED ഹെഡ്ലൈറ്റുകൾ വന്നിട്ടുണ്ട്, LED DRLs, ഫോഗ് ലാമ്പ്. ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 360 ഡിഗ്രി ക്യാമറ ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു വാഹനത്തിലേക്ക് 360 ഡിഗ്രി ക്യാമറ വരുമോ എന്നുള്ളൊരു കാര്യത്തിൽ വളരെയധികം സംശയമുണ്ടായിരുന്നു. ADAS ലെവൽ 2 വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്ക് കമ്പനി കൊണ്ടുവരും എന്നുള്ളതാണ്. അത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. 1.5 ഡീസൽ എൻജിൻ വരുന്നുണ്ടായിരിക്കും. ആ ഒരു വേർഷൻ പിൻ വീൽ ഡ്രൈവുകളായിരിക്കും. ആ ഒരു വാഹനം സാധാരണഗതിയിൽ ഓഫ് റോഡ് പർപ്പസ് ഒന്നും ആവശ്യമില്ലാത്ത ആളുകൾക്ക്, എന്നാൽ ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു SUV അല്ലെങ്കിൽ ജീപ്പ് അല്ലെങ്കിൽ ഥാറിൻ്റെ ആ ഒരു ലുക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്ത് ഒക്കെ ഓഫ് റോഡ് പോകാൻ കഴിയുന്ന ഒരു SUV വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഥാറിൻ്റെ ഈ 1.5 ഡീസൽ എൻജിൻ അനുയോജ്യമായിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു വേരിയൻറ്റിന് കൂടുതൽ ജനപ്രീതി ലഭിക്കും എന്നാണൊരു വിശ്വാസം. എന്നാൽ പോലും ഇന്ത്യൻസിൻ്റെ ഒരു സൈക്കോളജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വാഹനം തീർച്ചയായിട്ടും നോക്കും. അതുകൊണ്ട് തന്നെ 2 ലിറ്റർ M സ്റ്റാലിയൻ എഞ്ചിനും ഉണ്ട്, അതുപോലെ 2.2 ലിറ്റർ M-HOC എഞ്ചിനും ഉണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, ഇത് ഈ വാഹനത്തിൻ്റെ ഒരു പിക്ചർ ഒരു 2 ആഴ്ച മുമ്പ് വെളിയിലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരാഴ്ച മുമ്പ് ഇതിൻ്റെ ഗ്രില്ലെല്ലാം റിവീൽ ചെയ്യുന്ന പിക്ചേഴ്സ് വെളിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം ഫ്രണ്ട് മാത്രമാണ്. അതായത് ബാക്ക് ഇപ്പോഴും അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ബാക്കിലെ ഡിസൈൻ ലാംഗ്വേജ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ബാക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ C ഷേപ്ഡ് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റുകളാണ്, അതും LED ടെയിൽ ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പനോരമിക് ആയിട്ടുള്ള സൺറൂഫ് വരും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിലും സിംഗിൾ പെയിൻ ആയിട്ടുള്ളൊരു സൺറൂഫിനാണ് സാധ്യത. പനോരമിക് സൺറൂഫ് ഒരിക്കലും വരാൻ സാധ്യതയില്ല. അതുമാത്രമല്ല, ഡ്യുവൽ പെയിൻ സൺറൂഫ് വരും എന്നുള്ളൊരു കാര്യത്തിലും ഇപ്പോൾ അവ്യക്തതയുണ്ട്. എന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. സ്കോർപിയോ N-ഉം അതുമാത്രമല്ല XUV 3XO എന്ന് പറയുന്ന ഈ 2 വാഹനത്തിലും കണ്ടിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് എലമെൻറ്റ്സ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലുണ്ടായിരിക്കും. മിക്കവാറും സ്കോർപിയോ N-നോട് സാദൃശ്യം തോന്നുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റിയറിംഗ് വീല് തന്നെയായിരിക്കും വരുന്നത്. അതുമാത്രമല്ല, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം 10.25 ഇഞ്ചിൻ്റെ നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തീർച്ചയായിട്ടും വരും. അതുമാത്രമല്ല, നമ്മൾ AC കൺട്രോൾസും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്കോർപിയോ N-നുമായിട്ട് സാദൃശ്യമുണ്ടായിരിക്കും. ഇതിനോട് സാദൃശ്യമുള്ള മറ്റൊരു വാഹനമാണ് നമ്മുടെ 3XOയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അതിനും ഏകദേശം സ്കോർപിയോ N-നുമായിട്ട് ഒരുപാട് സാമ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പാർട്ട് ഷെയറിംഗ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ കാണാൻ കഴിയും. മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിനോടുള്ളൊരു അപ്പീലിംഗ് അല്ലെങ്കിൽ ഈ വാഹനത്തിനുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലുക്ക് തന്നെയാണ്. പക്ഷേ പല ആളുകളും ഈ ഒരു വാഹനത്തിൽ നിന്ന് മാറി നിന്നത് 3 ഡോർ ആണ്, അത് പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, ഫാമിലി പർപ്പസിന് ഉപയോഗിക്കാൻ കഴിയില്ല, ഇത്രയും വില കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ 2 പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്നു, വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് എന്ന് ഞാൻ പറയുന്നില്ല, എന്താ പറയുക, വൺസ് ഇൻ 6 മന്ത്സ് എന്നുള്ള ആ ഒരു രീതിക്കൊക്കെയാണ് ചില ആളുകളൊക്കെ ഓഫ് റോഡ് പോകുന്നത്. മിക്കവാറും ആളുകളും ഇത് സിറ്റി കൂടെയും അല്ലെങ്കിൽ ഹൈവേയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഓഫ് റോഡ് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് 2.2 ലിറ്റർ M-HOC എഞ്ചിനും 2 ലിറ്റർ M സ്റ്റാലിയൻ എഞ്ചിനും നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്, നമുക്കൊരു ഥാർ വേണം, ആ ഥാറിനൊരു അപ്പീലിംഗ് വേണം, 5 ഡോർ ആയിരിക്കണം, പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ കഴിയണം, ഫാമിലി പർപ്പസിന് ഉപയോഗിക്കാൻ കഴിയണം. ആ ഒരു രീതിക്കുള്ള ഒരു മോഡലാണ് ഈ റിയൽ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ പിൻ വീൽ ഡ്രൈവുള്ള ഈ 1.5 ലിറ്റർ
ഡീസൽ എഞ്ചിൻ വേർഷൻ എന്ന് പറയുന്നത്. 4x4 തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. 7 സീറ്റർ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 സീറ്റർ ലൈഫ് സ്റ്റൈൽ അഡ്വഞ്ചർ ദ SUV എന്നാണ് ഇപ്പോൾ കമ്പനി പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നാലും താർ അർമദയായിരുന്നു നല്ലത്. റോക്സ് അത്ര ഒരു പഞ്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. ഓഗസ്റ്റ് 15 ഈ ഒരു വാഹനം വരാൻ പോവുകയാണ്.